കരൂർ ദുരന്തത്തിൽ പോലീസിനെ പഴിചാരി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ ജനക്കൂട്ടമുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ പരിപാടിയിൽ നിന്ന് പിന്മാറിയേനെ എന്ന് വിജയ് പ്രതികരിച്ചു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നിയമന ഉത്തരവ് നൽകാൻ കരൂരിലെത്തിയപ്പോഴാണ് പ്രതികരണം. DMK-ക്കെതിരെ കടുത്ത വിമർശനമാണ് വിജയ് നടത്തിയത്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി കരൂരിലെത്തിയ വിജയ് MK സ്റ്റാലിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. കരൂർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിൽ വയ്ക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. വീഴ്ച സംഭവിച്ചത് പോലീസിന്റെ ഭാഗത്താണ്. அந்த கரூர் போலீஸ் எங்களை அலர்ட் பண்ணியிருக்கலாம்ல. அண்ட் போலீஸ் நினைச்சா அவங்க அந்த மீட்டிங்கே கேன்சல் பண்ணலாம். தே ஹேவ் ஆல் த ரைட்ஸ் டு கேன்சல் த மீட்டிங். எங்ககிட்ட கேட்கணும்லாம் ஒன்றும் அவசியமே கிடையாது. ஆனால் அதையெல்லாம் எதுவுமே செய்யாமல் அந்த ஹைவேல இருந்து அந்த ஸ்பாட்டுக்கு போலீஸே எங்களை உள்ள கூட்டிட்டு வந்து விட்டு அந்த നാടകങ്ങളാ இருக்கு பாருங்க. ദുരന്തത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ DMK ശ്രമിച്ചു. എന്നാൽ അവരെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അഴിമതിയുടെ കൂത്തരങ്ങായി DMK കാലത്ത് സർക്കാർ സംവിധാനം മാറിയിരുന്നുവെന്നും വിജയ് കുറ്റപ്പെടുത്തി. അഴിമതി അവസാനിച്ചുവെന്നും 1 രൂപ പോലും കൈക്കൂലിയായി ഇനി നൽകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കരൂർ മേഖലയിലെ പ്രധാന DMK നേതാവായ സെന്തിൽ ബാലാജിക്കും വലിയ പരിഹാസമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നിയമന ഉത്തരവും കൈമാറി. നേരത്തെ ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ പൊതു താൽപര്യ ഹർജി വന്നിരുന്നു. ഹർജി പരിഗണിച്ച കോടതി താൽക്കാലിക നിയമനം മാത്രമേ നൽകാവൂ എന്ന് നിഷ്കർഷിച്ചു. കരൂർ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരവായി ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 തമിഴ്നാട്ടിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. സമ്മർദ്ദങ്ങളില്ലാതെ ഭരിക്കണമെങ്കിൽ വിജയ്ക്ക് നിയമസഭയിൽ അംഗബലം വർദ്ധിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ കരൂർ സന്ദർശനത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. ചെന്നൈയിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി.